പല പുരുഷന്മാരും കൗൺസിലിങ്ങിന് പോകാൻ വേണ്ടിയിട്ട് മടി കാണിക്കുന്നതായിട്ട് കണ്ടുവരാറുണ്ട്. കൗൺസിലിങ്ങിനിടയിൽ പല ഭാര്യമാരും പറയുന്ന ഒരു കാര്യമാണ്, ഞാൻ എൻ്റെ ഹസ്ബൻഡിനെ ഒരുപാട് വിളിച്ചു, പക്ഷെ ആൾ കൗൺസിലിങ്ങിന് വരാൻ വേണ്ടിയിട്ട് ഒട്ടും റെഡി അല്ല എന്നുള്ളത്. കൗൺസിലിംഗ് എന്ന് കേൾക്കുന്നതേ ദേഷ്യമാണ്, ഉറപ്പായിട്ട് വരാൻ ചാൻസ് ഇല്ല. ഇതൊക്കെ പല ഭാര്യമാരും അവരുടെ ഭർത്താക്കന്മാരെ കുറിച്ച് പറയുന്ന ഒരു കാര്യമാണ്. എന്തുകൊണ്ടായിരിക്കും പുരുഷന്മാർ കൗൺസിലിങ്ങിന് പോവാത്തത്? എന്തുകൊണ്ടാണ് അവർ തെറാപ്പി എടുക്കാൻ വേണ്ടിയിട്ട് മടി കാണിക്കുന്നത്? വൈ ഡോണ്ട് മെൻ ഗോ ടു തെറാപ്പി? It's not that men don't have worries or difficulties. It's that they often try to deal with them there on without seeking a therapy. അതായത് അവർക്ക് വിഷമങ്ങളില്ലാഞ്ഞിട്ടോ ബുദ്ധിമുട്ടില്ലാഞ്ഞിട്ടോ ഒന്നുമല്ല. കാരണം അവർ ചെറുപ്പം മുതലേ കേൾക്കുന്നതും അവർ എക്സ്പീരിയൻസ് ചെയ്യുന്നതും എല്ലാം നീ സ്ട്രോങ് ആണ്, അല്ലെങ്കിൽ നീ കരയാൻ പാടില്ല, നീ കരഞ്ഞു കഴിഞ്ഞാൽ നീ വീക്കാണെന്നാണ് അതിൻ്റെ അർത്ഥം. ഇത്തരത്തിലുള്ള സംസാരങ്ങളാണ് അവർ കേൾക്കുന്നത്. സോ ഇതൊക്കെ കൊണ്ട് തന്നെ അവർ വലുതായി കഴിയുമ്പോൾ അവർ ചിന്തിക്കുന്നത് നമ്മൾ വീക്കായി കഴിഞ്ഞാൽ, അല്ലെങ്കിൽ നമ്മൾ കരഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അവിടെ ഫെയിലായി എന്നുള്ളതാണ്. പല പുരുഷന്മാരും അവരവരുടെ ഈ ഇമോഷൻസും ഈ ഫീലിങ്സും ഈ ബുദ്ധിമുട്ടുകളെല്ലാം തിരിച്ചറിയാനും അത് എക്സ്പ്രസ് ചെയ്യാനും വേണ്ടിയിട്ടൊക്കെ ഉള്ളിൽ ഒരുപാട് സ്ട്രഗിൾ ചെയ്യുന്നുണ്ടായിരിക്കും. ബട്ട് ഇറ്റ്സ് നോട്ട് എ ഡിസോർഡർ, ബട്ട് ഇറ്റ്സ് എ കണ്ടീഷനിങ്. കാരണം ചെറുപ്പം മുതലേ ഉള്ള ഒരു കണ്ടീഷനിങ്ങിന്റെ ഭാഗമായിട്ടാണ് ദേ ബിഹേവ് ലൈക്ക് ദീസ്. പല പുരുഷന്മാരും അവർക്ക് എന്തെങ്കിലും ഡിഫിക്കൽട്ടീസ് ഒക്കെ നേരിടുന്ന സമയത്ത് അവരത് ഓപ്പണായി കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതിന് പകരം അവർ ജിമ്മിൽ പോകാനോ അല്ലെങ്കിൽ ഡയറ്റ് പ്ലാൻസ് തുടങ്ങാനൊക്കെയാണ് പലരും ശ്രമിക്കുന്നത്. അതുപോലെ തന്നെ അവർ ആങ്ഷ്യസ് ആയിരിക്കുന്ന ടൈമിൽ അവർ പലതരത്തിലുള്ള തമാശകളും പറഞ്ഞിട്ട് ആ ഒരു സിറ്റുവേഷൻ അവർ അവിടെ അവോയ്ഡ് ചെയ്യും. നേരെ മറിച്ച് അത് സ്ത്രീകളാണെന്നുണ്ടെങ്കിൽ അവർ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനും അവർ ഓപ്പൺ അപ്പ് ചെയ്യാനൊക്കെയാണ് കൂടുതലായിട്ടും ശ്രമിക്കാറ്. അവർ ഇൻട്രസ്റ്റ് കാണിക്കുന്നത് പോലെ പുരുഷന്മാർ ഈ ഒരു സാഹചര്യത്തിൽ ഇൻട്രസ്റ്റ് കാണിക്കാറില്ല. അവരത് പല ഫിസിക്കൽ സിംറ്റംസ് ആയിട്ടാണ് പറയാറ്. അതായത് എനിക്ക് തല വല്ലാണ്ട് വേദനിക്കുന്ന പോലെ ഉണ്ട്, അല്ലെങ്കിൽ എനിക്ക് എന്തോ നെഞ്ഞുവേദന പോലെ ഉണ്ട്, അല്ലെങ്കിൽ ഉള്ളിൽ എന്തോ ഒരു ഭാരമുള്ള പോലെ ഉണ്ട്, എന്നൊക്കെയുള്ള ഫിസിക്കൽ സിംറ്റംസ് ആയിരിക്കും അവർ പറയുക. സോ പുരുഷന്മാരെ ഒരു കാര്യം ഓർക്കുക, നിങ്ങൾ തുറന്ന് സംസാരിക്കുന്നത് ഒരിക്കലും നിങ്ങൾ വീക്ക് ആയതുകൊണ്ടല്ല, അതൊരിക്കലും ഒരു മോശമായിട്ടോ അല്ലെങ്കിൽ ഒരു തോൽവി ആയിട്ടോ ഒന്നും കണക്കാക്കരുത്. ശരിക്കും ഒരാളോട് തുറന്ന് സംസാരിക്കുന്നതും നമുക്ക് എന്താണ് സംഭവിക്കുന്നത് എന്ന് തുറന്ന് പറയുന്നതും എല്ലാം നമ്മളെ അവിടെ ഹെൽപ്പ് ചെയ്യത്തേ ഉള്ളൂ. സോ അണ്ടർസ്റ്റാൻഡ് ദാറ്റ് ഓപ്പൺ അപ്പ് ഈസ് നെവർ എ ബാഡ് തിങ്. ഫോർ യുവർ ഓൺ ഹീലിംഗ് you need to speak openly and talk about your problems. Okay, bye.